അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. തൻ്റെ പിന്നിൽ പരുങ്ങുന്ന രണ്ടുപേരെ ഡെവി ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു. ഒന്നുമില്ലാന്ന് പറയും പോലെ. അതോടെ രണ്ടുപേർക്കും ജീവൻ വീണു. എന്നാലേ നീ നേരെ കോടതിയിലേക്ക് പോകുമ്പോ താഴെ ഒരാളെ ചാരി വെച്ചിട്ടുണ്ട്, അതിനെ കൂടി എടുക്കാൻ മറക്കരുതേ. ഡോ നിന്നെ. ജോയിക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തിൽ മുന്നിലേക്ക് വന്നെങ്കിലും വയറ് താങ്ങി അവൾ വീണ്ടും ബാത്റൂമിലേക്ക് ഓടിയിരുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും എന്നാ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. രാത്രിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് അന്നമ്മ സംസാരിച്ചത്. അവര് വരുന്നതിന് മുമ്പേ സേറയെയും ത്രേസിയെയും ഹോസ്പിറ്റലിലാക്കിയിരുന്നു. ഇവിടുത്തെ ആഹാരം പിടിച്ചു കാണില്ല അമ്മച്ചി. ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് കഴിക്കുന്ന കുറുമ്പുകളെ നോക്കിയവൻ പറഞ്ഞു. എന്നാലും അങ്ങനെ പിടിക്കാതിരിക്കാൻ ഇവിടെ എന്നതാ ഉണ്ടാക്കിയത്? ഹോസ്പിറ്റലിൽ വിളിച്ചോ നീ? നമ്മൾ ആരെങ്കിലും പോണോ അങ്ങോട്ട്? ഓ വേണ്ടെന്നേ, റോയെങ്കിലുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ സഹായത്തിൽ നിൽക്കുന്ന സ്ത്രീയുണ്ട്. അവര് രാത്രി വരും. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. നീ ഇടയ്ക്ക് വിളിച്ച് തിരക്കണം കേട്ടോ. എന്നതായാലും നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടായതാ. അത്രയും പറഞ്ഞവർ കഴിച്ച് എഴുന്നേറ്റു. ഡാ രണ്ടിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? രണ്ടുപേരുടെയും വയറിന്റെ പ്രശ്നം നാളെ കൊണ്ട് മാറും. പക്ഷെ പഴത്തൊരു കൊടുത്ത പണി മാറാനേ 6 മാസമെങ്കിലും എടുക്കും. നടുവിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇനിയേലും നന്നായാൽ മതിയായിരുന്നു, മോളിക്കുട്ടി പറഞ്ഞു. നോക്കിയിരുന്നോ, ഇതിന്റെ അപ്പുറം കിട്ടിയാലും അവരൊന്നും പഠിക്കാൻ പോണില്ല. അത്രയും വയ്യാതെ നിന്നപ്പോയി സേറ നോക്കിയതേ ഇവനോട് എങ്ങനെ ഒട്ടാകുന്ന. ഡെവി വൈകിയെ നോക്കി. അവൾ അവനെ നോക്കാതെ ആദിക്കും അന്നക്കും ചോറ് വാരി കൊടുത്തു. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും വൈകി അത് തുറന്നു. പുറത്തു നിൽക്കുന്ന ഡെവിയെ കണ്ടവൾ എന്താ എന്ന പോലെ നിന്നു. അവനൊന്നും പറയാത്ത റൂമിനകത്തേക്ക് കയറി ഡോറടിച്ചു. എന്താ ഈ കാണിക്കുന്നത്? മോളുറങ്ങിയോ? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൻ ആദിയോടൊപ്പം കയറി കിടന്നിരുന്നു. വൈകി കണ്ണിനെ പിടിച്ചവരെ തന്നെ നോക്കി. ഇങ്ങനെ കണ്ണുട്ടി നോക്കാതെ കയറി കിടക്കാൻ നോക്ക്, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എവിടെ കിടക്കാൻ? ഡെവി പോയി റൂമിൽ കിടക്ക്. ഇത് പിന്നെ എന്താ, ഞാൻ ഇന്ന് ഇവിടെയാ. എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോവാം. ചുമ്മാ തമാശ കളിക്കാതെ പോകാൻ നോക്കി, എനിക്ക് ഉറങ്ങണം. ഷെടാ, ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ കിടക്കാൻ പോകുന്നേന്ന്. ഇനി മോളുടെ അടുത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദേ ഇവിടെ എൻ്റെ അടുത്ത് കിടന്നോ, ഒത്തിരി സ്ഥലമുണ്ട്. അവള് ദേഷ്യത്തിൽ അവനെ നോക്കി. ഡെവി ഒരു ചിരിയോടെ അവളെ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ഉറങ്ങിക്കിടന്ന് ആദ്യ ശല്യം ചെയ്യാതെ അവൻ വൈകിയുമായി ഉരുണ്ട് കട്ടിലിന്റെ സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. ഇപ്പോൾ അവൻ മുകളിലും അവന്റെ താഴെയായിട്ട് വൈകിയും ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി പറയും, എന്താണ് ടീച്ചർക്ക് പറ്റിയത്? എനിക്ക് എന്ത് പറ്റാൻ? ഒന്നുമില്ല. ഡെവി മാറിയേ. ടീച്ചർ ഈ കള്ളം പറയുമ്പോണ്ടല്ലോ, അത് ഈ നെറ്റിയിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. എന്നാൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ പെണ്ണിനെ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ആരാന്ന് അവളുടെ വിചാരം? സത്യത്തിൽ ആ പഴത്തോലിട്ട് വീഴ്ത്തേണ്ടത് ആ സാധനത്തിനെയായിരുന്നു. അത് മാത്രല്ല, പാശ പലതും വാങ്ങി അതിനെ ഭിത്തിയിലോട്ട് ഒട്ടിച്ച് വെക്കണം. എന്നാലേ അവൾ നിങ്ങളോട് ഒട്ടാൻ വരുന്ന നിൽക്കത്തുള്ളൂ. അതിനുവേണ്ടി അവൾ എന്നതാ ചെയ്തേ? ഒന്നും ചെയ്തില്ലേ? ഓ ഞാൻ നിർത്തി. എന്നാലും ഞാൻ കരുതിയത് എൻ്റെ ടീച്ചർക്ക് ഈ അസൂയയും കുശുമ്പൊന്നും ഇല്ലെന്നാ. ഇപ്പോഴെൻ്റെ കാന്താരിക്ക് എങ്ങനെ ഈ കുരുട്ടുബുദ്ധി കിട്ടിയത് മനസ്സിലായത്. ആണേലും നന്നായി പോയി. ഡെവി സാർ ചെല്ലാൻ നോക്ക്, എനിക്ക് ഉറങ്ങണമെന്ന്. നിന്നെ ഞാൻ ഉറക്കി തരാടി. എന്നെ എങ്ങനെ വിളിക്കണം എന്ന മേടത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണോ? എല്ലാവരും നിൽക്കുമ്പോൾ എങ്ങനെയാ ഇച്ചായാന്ന് വിളിക്കുന്നത് എപ്പോഴും? അത് പതിയെ ശീലാകൂ. എല്ലാവരും നിൽക്കുമ്പോൾ പതിയെ ശീലിച്ചിട്ടൊക്കെ വിളിച്ചാൽ മതി. പക്ഷെ നമ്മൾ മാത്രമുള്ള സമയമില്ലേ, അപ്പൊ ഇച്ചായെന്ന് വിളിച്ചോണം, കേട്ടല്ലോ? അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചാണ് അവനത് പറഞ്ഞത്. വേദനിച്ചു. ആണോ? എന്നാ വേദന ഞാൻ മാറ്റട്ടെ. എന്തോ എങ്ങനെ? അങ്ങോട്ട് മാറിയേ. കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നു. ഇവിടെ അങ്ങനെ എണീറ്റാ പിന്നെ പദ്ധതി കൊടുത്തതുപോലെയാ. അവൾ നല്ല ഉറക്കാം. നീ വിളിച്ച് എണീപ്പിക്കാതിരുന്നാ മതി. എന്താ മോൻ്റെ ഉദ്ദേശം? ഈ പിടുത്തം അത്ര ശരിയല്ലല്ലോ. പോലീസ് കള്ളന്മാരെ പോലെ ഒളിച്ചു വരാനും തുടങ്ങിയോ? ഗതി കെട്ടാ പോലീസുകാരന് കട്ടെടുക്കാനിറങ്ങും. അപ്പൊ എങ്ങനെയാ? എടുക്കട്ടെ. എന്ത്? അതോ? അവൻ കൈയെത്തിച്ച് മുറിയിലെ ലൈറ്റ് ഓഫാക്കി അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. അവന്റെ പല്ലുകൾ തന്റെ കഴുത്തിൽ മുറിവേൽപ്പിക്കാൻ തുടങ്ങിയതും അവൾ അറിയാതെ കരഞ്ഞു പോയി. അതവനെ കൂടുതൽ ആവേശം കൊള്ളിച്ചു. അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. ഇട്ടിരുന്ന ടീഷർട്ട് ഊരി എറിഞ്ഞവൻ ഒരിക്കൽ കൂടി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അമ്മേ! പ്രതീക്ഷിക്കാതെ ആദിയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി. വൈകി അവനെ നോക്കി ഉമിനീരിറക്കി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് കണ്ണ് തിരുമുന്ന ആദിയെ നിലാവെളിച്ചത്തിൽ അവർ കണ്ടു. ഡെവി ഒരു ദീർഘനിശ്വാസം എടുത്ത് വൈകിയുടെ മുകളിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ എണീറ്റു. പക്ഷെ അപ്പോഴേക്കും അവന്റെ കയ്യിൽ ഒരു കുഞ്ഞിക്കൈ പിടിമുറുക്കിയിരുന്നു. അമ്മേ!
തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് വിളിക്കുന്ന ആദിയെ ഡെബി ദയനീയമായി നോക്കി. ഇച്ചായ എന്തോ നോക്കിയിരിക്കുക, എനിക്ക് പോ, മോള് വിളിക്കുന്നത് കേട്ടില്ലേ? ഇപ്പോഴും അവളുടെ മുകളിൽ തന്നെയാണ് അവൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചെവിയിലാണ് വൈകാതെ പറഞ്ഞത്. ആദ്യം എൻ്റെ കയ്യെ പിടിച്ചേക്കുക, ഞാനെങ്ങനെ എണീക്കാനാ? കൈ വലിച്ച് അവൾ ബഹളം വെച്ചാലോ? അമ്മേ എനിക്ക് മോക്ക് പീ ചെയ്യണോ? ഇച്ചായ എണീറ്റ്, ഇല്ലല്ലോ അവൾ കാട്ടിലെ മൂത്രമൊഴിക്കും. ഞാൻ ആ കൈയൊന്ന് പിടിക്കാൻ നോക്കട്ടെ. ഡെബി ആദിയുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ പിടിക്കാൻ നോക്കി. എന്നാൽ ആദ്യം ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അതോടൊപ്പം തന്നെ ബെഡിൻ്റെ സൈഡിലെ ലൈറ്റ് സ്വിച്ച് വേണ്ടി വലിഞ്ഞിടാനും മറന്നില്ല. അമ്മേ എത്ര നേരായിട്ട് വിരിച്ചു പോവാൻ ഞാൻ, എനിക്ക് പീ വെച്ചനം, ഇനി എന്നെ കാറ്റില്ലല്ലോ ഒഴിച്ചും. കലിപ്പിൽ അത്രയും പറഞ്ഞ് ഡെബിയുടെ കൈ പിടിച്ച് കുലുക്കി അമ്മക്ക് നേരെ തിരിഞ്ഞതും അവിടെ പപ്പയെ കൂടി കണ്ടതും ആദ്യയുടെ കുഞ്ഞിക്കണ്ട് സംശയം കൊണ്ട് ചുരുങ്ങി. ആദ്യം ലൈറ്റിടാൻ കൈ എത്തിക്കുന്നത് കണ്ടതും വൈകി ഡെബിയെ തള്ളി മാറ്റി എണീറ്റിരുന്നു. മുറിയിൽ വെട്ടം വീണതും ആദ്യ കാണുന്നത് എഴുന്നേറ്റ് നിൽക്കുന്ന അമ്മയും കട്ടിലേക്ക് കിടക്കുന്ന പപ്പയുമാണ്. ആദ്യ കുഞ്ഞി കണ്ണുകൾ കൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. പപ്പനല്ല ആജിരെ കൂടിയാണ് ചാച്ചേരി. ആ അമ്മയും പപ്പയും ആദ്യം ഒന്നിച്ചോ? ആദി നിനക്ക് ബാത്റൂമിൽ പോകണ്ടേ? വന്നേ. അമ്മേ പക്ഷേ പപ്പ ഞാൻ ഒന്നും വരെ ഇല്ലായിരുന്നല്ലോ, എപ്പോഴാ പിന്നെ വന്നേ? നീ വന്നേ. വൈകി ആദ്യ കട്ടിൽ നിന്നെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഡെബിയോട് കണ്ടുകൊണ്ട് പോകാൻ പറയാനും അവൾ മറന്നില്ല. അത് മനസ്സിലാക്കിയതുപോലെ അവൻ എഴുന്നേറ്റ് ഷർട്ട് എടുത്ത് പുറത്തേക്ക് നടന്നു. പപ്പ ആദ്യം അവൻ ഉറക്കെ വിളിച്ചതും വൈകിയും ഡെബിയും ഒന്നിച്ച് ആദ്യയുടെ വാ പൊത്തിപ്പിടിച്ചു. പൊന്നു കുഞ്ഞെ കോലക്ക് കൊടുക്കാതടി, പപ്പ ഇവിടെ ഇല്ലേ? പതിയെ വിളിച്ചാ പോരെ? പാപ്പ പോണ്ട, ഞാൻ പോയിട്ട് വരുമ്പോ പാപ്പ ഇവിടെ ഇല്ലേ? ഞാൻ കരയും. ഞാൻ പോവില്ല, കൊച്ചു പോയിട്ട് വാ. വൈകി അവനെ നോക്കിയിട്ട് ആദ്യവുമായി ബാത്റൂമിലേക്ക് നടന്നു. രവിയാണെങ്കിൽ തലക്ക് കൈ കൊടുത്ത് അവിടെ തന്നെ ഇരുന്നു. പാപ്പേ പരി എപ്പോഴാ വന്നേ? ഞാൻ എൻ്റെ കാന്താരിയെ കാണാൻ വന്നതാ. അപ്പോഴേക്കും കുഞ്ഞുറങ്ങിയെന്ന് അമ്മ പറഞ്ഞു. അതോട് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഞാൻ, അല്ലേ? വൈകിയെ നോക്കി അവൻ ചോദിച്ചതും അവൾ ആദ്യെന്ന പോലെ തലയാട്ടി. പക്ഷെ പപ്പ കച്ചില്ലേൽ ചാച്ചു വാങ്ങിയല്ലോ, ഉപ്പില്ലായിരുന്നു. ഡെബി ഉമനീരിറക്കി വൈകിയെ നോക്കി. അനുഭവിച്ചെന്ന പോലെ അവൾ മുഖം തിരിച്ചു. അമ്മയെ നോക്കി ഇരിക്കാതെ പരി പപ്പേ. അതുണ്ടല്ലോ, മോൾ ഉറങ്ങുന്നേ കണ്ടപ്പോ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഈ അമ്മ പറയുക ആദ്യം ഇടയ്ക്ക് ഉണരും, അപ്പൊ കണ്ടിട്ട് പോയാ പോരേന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നതാ. അല്ല കിടന്നെയാ. ഞാനോ? നീ തന്നെ. വൈകി അവനെ നോക്കി പല്ല് കടിച്ചു. അമ്മ പറഞ്ഞോ അങ്ങനെ? എനിക്ക് പറ്റി എന്നോ ചാംചേനോന്നിൻ്റെ, ഞാൻ അന്നെ കൊച്ചുകൊണ്ട് പറഞ്ഞിട്ട് വരാം. ആദ്യ കട്ടിലിൽ നിന്ന് ഇറങ്ങിയത് ഡെബി അതേപോലെ തൂക്കിയെടുത്തവളെ കട്ടിലേക്ക് ഇട്ടു. എവിടെ പോവാ? അവരെല്ലാം നല്ല ഉറക്കായിരിക്കും. നിങ്ങളും കിടന്നു, ഞാൻ മുറിയിലോട്ട് പോവാ. നമുക്ക് നാളെ കാണാം. അപ്പൊ ഗുഡ് നൈറ്റ്. സമാധാനത്തിൽ അവനെ എഴുന്നേറ്റ് ഡോറ് തുറക്കാൻ പോയതും ആദ്യം പിന്നിൽ നിന്നും വിളിച്ചിരുന്നു. പപ്പന് തിരിഞ്ഞേ. എന്നാത്തിനാ? പപ്പയുടെ കാര്യത്തിൽ അമ്മയുടെ പൊറ്റ ലേക്കിഞ്ഞ് ആയി കൊറ്റിട്ട് പോ. പാപ്പക്ക് പൊറ്റെന്തിനാ? അയ്യേ കൂയ് കൂയ് കൂയ്. ഡെബി സന്തോഷമായി എന്ന പോലെ തിരികെ വന്ന് ബെഡിലിരുന്നു. പോകുന്നില്ലേ? ഇനി പോയിട്ട് എന്നാത്തിനാ? പിന്നെ രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ പാവം? മണി 12 കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് ഉറങ്ങണം. മാറങ്ങോട്ട്. ഡെബിയും ആദിയും മുഖത്തോട് മുഖം നോക്കി. കാന്താരി ഷോപ്പിടാതെ പരീ പപ്പേ, ഞാൻ എന്താ ചെയ്യേണ്ടി? ഡെബി ആദ്യം എടുത്ത് മടിയിലേക്ക് വെച്ചു. പാപ്പ ഒരു കാര്യം പറഞ്ഞ എൻ്റെ കാന്താരി അത് കേൾക്കുവോ? പരീ, ഇന്ന് ഞാൻ ഇവിടെ വന്നതും മോളെന്നെ കണ്ടതൊന്നും ആരോടും പറയരുത്. പറയൂ? പറഞ്ഞാൽ എന്തോ പറ്റും? പറഞ്ഞാ പിന്നെ അമ്മച്ചി നമ്മളിവിടെ നിർത്തില്ല. നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. കാന്താരിക്ക് അന്നക്കൊച്ചിനെ കാണാനും പറ്റില്ല. അയ്യോ, ഞാനതൊന്നും പറയില്ല. പക്ഷേ പാപ്പ ഞാനൊരു കാര്യം എന്നെ കേക്കോ? അതിനെന്താ, എൻ്റെ കുഞ്ഞ് പറയേ. ഇന്നു മോളെ പപ്പ ഒരുക്കാവോ? അന്നക്കൊച്ചിനെ ജോങ്കളാ ഒരുക്കുന്നെ, ആടിയെ മാത്രം അമ്മയാ ഒരുക്കുന്നെ. വൈകി ഡെബിയെ നോക്കി. അവൻ അവൾക്കൊരു ചിരി നൽകി ആദ്യം ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്തു. പാപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇപ്പൊ ഈ കാന്താരി പറഞ്ഞത്. അതെങ്ങനെയാ? നിന്റെ അമ്മ ഒന്ന് സമ്മതിക്കേണ്ടതിന്. ഇന്ന് എൻ്റെ കുഞ്ഞിനെ ഞാനോർക്കാം. വാ. ആദ്യം എടുത്തുകൊണ്ട് അവൻ മുറിയിലൂടെ നടന്നു. കുഞ്ഞുറങ്ങിയതും അവളെ കട്ടിലേക്ക് കിടത്തി പുതപ്പെടുത്ത് പുതപ്പിച്ചു. ടീച്ചറെ, നമ്മുടെ കെട്ടിനെ അധികം വെച്ച് നിട്ടാൻ എനിക്ക് ഉദ്ദേശമല്ല കേട്ടോ. എത്രയും വേഗം ഈ അമ്മയും മോളും എൻ്റേത് മാത്രമായിരിക്കണം. അതിന് നമുക്കിടയിലുള്ള കടമ്പ അത് ഞാൻ ഉടനെ എടുത്തു മാറ്റും. അറിയണ്ടേ വേദിക്ക് എന്താ പറ്റിയെന്ന്?
ആദിയുടെ പപ്പയെ ആദിയുടെ പപ്പ എൻ്റെ ഇച്ചായനാണ്, അല്ലാതെ വേറെ ആരുമല്ല. അവനെ പറഞ്ഞു മുഴുപ്പിക്കാതെ വൈകി കൂട്ടിച്ചേർത്തു. കൂടപ്പിറപ്പിനെ വഞ്ചിച്ചവനോടുള്ള പക അവളിൽ അത്രമാത്രം ഉണ്ടായിരുന്നു. ഏയ് നോക്കു വൈക, നമ്മളൊന്നിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അവിടെ ഒരു കയ്പുള്ള ഓർമ്മകളും ഉണ്ടാവരുതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ ഈ വീട്ടിൽ നിന്നും പോകും മുമ്പ് സത്യം എന്തായാലും നീ അറിഞ്ഞിരിക്കും. വൈകവനെ നിറഞ്ഞ കണ്ണുകളോടെ കെട്ടിപ്പിടിച്ചു. അവളെ ചേർത്ത് നിർത്തുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അഴിച്ചിടാൻ കഴിയാത്ത ഒരുപാട് കുരുക്കുകൾ നിറഞ്ഞിരുന്നു. അഴിക്കുന്തോറും കെട്ടുമുറുകുന്ന കുരുക്കുകൾ. തൻ്റെ നെഞ്ചിൽ കിടന്നുറക്കം പിടിച്ചപ്പോൾ ആദിയുടെ അടുത്തായി കിടത്തി. രണ്ടുപേരുടെയും നെറ്റിയിൽ ചുണ്ടമർത്തിയവൻ പുതപ്പിച്ച് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. നീ എന്നാ സംസാരിക്കണമെന്ന് പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് വന്നത്? വന്ന നേരം തൊട്ട് ആ തെങ്ങിന്റെ മണ്ടയെ നോക്കി നിൽക്കുവാ. ഡാ, എനിക്ക് പറയാനുള്ളത് ഡെന്നിയെ പറ്റിയാ. ഡെന്നിയെ പറ്റിയോ? എല്ലാവരെയും വേണ്ടെന്ന് വെച്ച് ഒറ്റക്ക് പോയവനെ പറ്റി നിനക്ക് എന്നതാ പറയാനുള്ളത്? അവൻ ജയിച്ചു, നമ്മൾ കുറച്ചു പേര് മണ്ടന്മാരും. അവനങ്ങനെ പോയതല്ലെങ്കിലോ, അവനെ പറഞ്ഞു വിട്ടതാണെങ്കിലോ? നീ പറഞ്ഞു വരുന്നത് ഡെന്നിയെ? അതേടാ, കൊന്ന് കളഞ്ഞതാ അവനെ. ഡെവി, ആരാ അത് ചെയ്തത്? ഫിലിപ്പ് കുരിശിങ്കൽ. ഡാ, അതേടാ, അയാൾ തന്നെ. ഡെന്നിയുടെ മരണം അതെങ്ങനെയാണ് നിന്നിൻ്റെ മുന്നിലുണ്ട്. പക്ഷെ ഇനിയും അതിലേക്ക് യോജിപ്പിക്കാൻ എനിക്കൊരു കണ്ണിക്കൂടി ബാക്കിയുണ്ട്. അതുകൂടി യോജിച്ചാൽ നരകിക്കും അയാൾ, നരകിപ്പിക്കും ഞാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ, എന്താ നീ പറയുന്നത്? അയാൾ എന്തിനാ ഡെന്നിയെ? നിന്നോട് ഞാൻ എല്ലാം പറയും, അതിനെനിക്ക് കുറച്ച് സമയം കൂടി വേണം. ഇതറിഞ്ഞിട്ട് എങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? കൊല്ലണ അയാളെ, അറിയാടാ. അപ്പോഴാണ് ജോയിയുടെ ഫോൺ റിങ് ചെയ്തത്. എന്നടി, ഞങ്ങൾ റബ്ബർ തോപ്പിലുണ്ട്. എന്നതാ കാര്യം? എപ്പോ? ഓരോ മാരണം കഴിയുമ്പോൾ അടുത്തത്. ആ മൂപ്പിലാനുണ്ടോ? ആ, ഞങ്ങൾ വരുവാ. എന്നതാ? കർത്താവ് എത്ര വലിയവനാ! ആ ഫിലിപ്പിനെ വീട്ടിൽ കയറി തലണമെന്ന് ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അപ്പതേ അങ്ങനെ കുടുംബത്ത് കയറി വന്നേക്കുന്നു. ആട്ടി ഇരുന്ന് വാങ്ങുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കാണാനും പോകുന്നു. ഫിലിപ്പോ അങ്ങേരുണ്ടോ വീട്ടില്? കുരിശെങ്കിലും മുഴുവനുണ്ട്, റോസിലും കുര്യനും ഉൾപ്പെടെ. എത്രയും വേഗം ചെല്ലാൻ പറഞ്ഞ അവള് വിളിച്ചേ. നീ വാ, വന്ന് വണ്ടി കയറി. അന്നമ്മക്ക് ദേഷ്യം ഇപ്പോഴും കുറവില്ലെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്രതീക്ഷിക്കാതെ എല്ലാരെയും കൂടി കണ്ടപ്പോ ഒരു അതിശയം, അത്രേ ഉള്ളൂ. അന്നമ്മ പണ്ടത്തേതിലൊന്നും ഉടഞ്ഞിട്ടുണ്ട്. പഴയ ആ പെസരിപ്പൊന്നും മുഖത്ത് കാണാനില്ല. എന്നാ പറ്റി? എന്നതിൽ പ്രശ്നമുണ്ടോ? നീ എന്നാണ് ഈ പറയുന്നേ? ജോസഫ് അച്ചായ ഉള്ള കാലത്തോളം എങ്ങനെ കൊണ്ട് നടന്നതാ അന്നമ്മയെ? ഇപ്പോഴും അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നിലേലും അങ്ങേര് പോകുന്നേ മുന്നേ 2 ആമ്പിള്ളാരെ കൊടുത്തിട്ടല്ലേ പോയത്. അതിനിപ്പോ 2 ഇല്ലല്ലോ, 1 ഉള്ളൂ. ഒന്നിനെ കർത്താവ് അതേപോലെ അങ്ങ് തിരിച്ച് വിളിച്ചില്ലേ? ഇതെല്ലാം അടുക്കളയിൽ നിന്നും കേൾക്കുന്ന മോളിക്കുട്ടിക്ക് രക്തം തിളച്ചു വന്നു. അവർ കൈയെടുത്ത് ചൂട് ചായ അതേപോലെ ഗ്ലാസ്സിലൊഴിച്ച് ദേഷ്യത്തോടെ ഹാളിലെ ടേബിളിൽ വെച്ചു. അവൾ മുഖം തിരിച്ച് നോക്കുമ്പോൾ കണ്ടു വിഷമത്തോടെ ഇരിക്കുന്ന അന്നമ്മയെ. അതുകൂടെ കണ്ടതും അവൾക്ക് ദേഷ്യം വെച്ച സ്റ്റൈലായി. ഞങ്ങളുടെ ചന്തം നോക്കി നിൽക്കാതെ ഉച്ചക്കത്തേക്ക് വായിൽ വെക്കാൻ കൊള്ളുന്ന എന്നതിലും പോയി ഉണ്ടാക്കടി. എന്നെ നിങ്ങളാരും ഇവിടെ ജോലിക്ക് നിർത്തിയൊന്നുമല്ലല്ലോ. ആജ്ഞാപിക്കലൊക്കെ അങ്ങ് കുരിശിങ്കല് മതി, കള്ളിക്കല് വേണ്ട. അതുപോലെ അമ്മച്ചിയെ വിഷമിപ്പിക്കാനാണ് എല്ലാവരും ചട്ടിയും കലവുമായിട്ട് ഇറങ്ങിയതെങ്കിൽ ആണേ നീ എന്നാ ചെയ്യുമ്പടി? ചോദിച്ചു നോക്കും മോളോട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറ്റിച്ചൂലി കൊണ്ട് അവളെ പുറത്തിട്ട് തലയുടെ സുഖം അവൾക്ക് ഇപ്പോഴും മറിയുമായിരിക്കും. ഇല്ലേ റോസ്മേരി കുര്യൻ? മോളിക്കുട്ടി, വേണ്ട. നിങ്ങൾ വന്നത് എന്നാത്തിനാന്ന് പറയേ. വന്നത് നല്ലൊരു കാര്യം പറയാനാണ്. നമ്മുടെ അലക്സിന് നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. അതിൻ്റെ മനസ്സ് ചോദ്യവും കാര്യങ്ങളെല്ലാമാണ്. അതുകൊണ്ട് നീ നേരത്തെ അങ്ങ് കുരിശെങ്കിൽ എത്തിയേക്കണം. പിന്നെ ഡേവിഡ് വന്നിട്ടുണ്ടെന്ന് കേട്ടു, അവനോടും വരാൻ പറയണം. വരുന്നത് മാത്രമല്ലെന്ന് പറയേ വല്യപ്പ. അവൻ്റെ കല്യാണം കൂടി കഴിഞ്ഞേ നിങ്ങൾ അവിടുന്ന് പോരാവൂ. കല്യാണം മാത്രമാക്കുന്ന എന്തിനാ? അവനിനി ആ ബന്ധത്തിൽ കൊച്ചുങ്ങളുണ്ടായ അതിനെ മാമോദിസ് കൂടി കഴിഞ്ഞിട്ട് പോരാം. എന്ത് പറയും നമ്മച്ചി? ആ, നീ വന്നോ? ഞങ്ങൾ എപ്പോൾ വന്നാലും നീ ഇവിടെ കാണില്ല. അത് ഞാനില്ലാത്ത സമയം നോക്കി വരുന്നോണ്ടല്ലേ. ആ, അതൊക്കെ പോട്ടെ. ഞങ്ങളെല്ലാം കൂടി വന്നത് അലക്സിന്റെ മനസ്സമ്മതം വിളിക്കാനാണ്. മോനെ അന്നമ്മയും കൂടി 2 ദിവസം മുന്നേ അങ്ങ് എത്തിയേക്കണം. ഇത് എത്രാമത്തെയാ? 2ഓ അതോ 3ഓ? അവൻ പണ്ടൊരു പാവം പെണ്ണിനെ ഇതുപോലെ കിട്ടിയതല്ലേ. പിന്നെ അതിനെ എല്ലാവരും കണ്ടത് മേലത്തെ കുളത്തിലാണ്. മുങ്ങിയതോ മുക്കിയതോ എന്ന് ഇന്നും വ്യക്തമല്ല. ആ,
പിന്നൊരുത്തിയെ പൊള്ളാച്ചിന്നോ മറ്റോ കൊണ്ടുവന്ന് ഒരു വാടക വീടും കൊടുത്ത് താമസിപ്പിച്ചു. കൂടുതൽ അവനും അവിടെ അങ്ങ് കൂടി. അവൾക്ക് മെടുക്കുള്ളതുകൊണ്ട് കൂളം വരെ എത്തിയില്ല. എന്നതായാലും അവളുടെ കീയാമാറത് 2 പിള്ളേർ ഇന്നും അപ്പാന്ന് വിളിക്കുന്നത് അവനെ തന്നെയല്ലേ. ലീഗലി മാരീഡ് ആണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് 3ാമത്തെയല്ലേ. അല്ല, ഞാനിനി നാട്ടിലില്ലാത്ത സമയത്ത് വേറെ വല്ലതും ആയൊന്നും അറിയില്ലേ? ആരാവശ്യം പറയുന്നോടാ. അന്നമ്മേ, ഇങ്ങനെയാണോ മോനെ വളർത്തിയേക്കുന്നേ? ദേ, എന്റെ മുന്നിൽ വെച്ച് അമ്മച്ചി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല എന്താടോ കള്ളുള്ളത്. അലക്സിന്റെ നടപ്പ് ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. അപ്പോഴാ ആരേലും എന്നതേലും പറഞ്ഞ അത് അതുപോലെ വിഴുങ്ങുവാണോ മോനെ വേണ്ടത്? നിന്റെ ആങ്ങളല്ലയോടാ അവൻ. അപ്പൊ ഇങ്ങനെയാണോ പറയേണ്ടത്? ജോളി മതി. അയാൾ എഴുന്നേറ്റ് ഡേവിയുടെ അടുത്തേക്ക് നടന്നു. നിന്നേക്കാൾ കേമനായിരുന്നു നിന്റെ അപ്പൻ. ഇതിനേക്കാൾ ഉശിരും വാശിയും. അതുകൊണ്ടൊന്ന് അടങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കും. അതിനപ്പനല്ല ഞാൻ. അപ്പന് കൂടെ നിൽക്കുന്ന വിഷസർപ്പങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എനിക്ക് അങ്ങനെയല്ല. ഇങ്ങോട്ട് വിഷം ചൂറ്റും മുമ്പ് പൊത്തിക്കഴി കിട്ടിയിരിക്കും. അതുകൂടി ഓർമ്മ വേണം. നമുക്ക് കാണാം. അയാൾ അവനെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയിരുന്നു. പുറകെ വന്നവരും റോസലിൻ മാത്രം അന്നമ്മയുടെ അടുത്തേക്കാണ് പോയത്. അമ്മച്ചിക്ക് എന്നോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പാപ്പനെ അറിയാലോ, പണ്ടേ എങ്ങനെയാ. മോളോട് എനിക്ക് എന്ത് വിരോധം? ഇപ്പൊ ഡോക്ടർ പഠിത്തം അല്ലയോ? കഴിഞ്ഞോ? ഈ വർഷം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കയറാനാ. അത്രയും പറഞ്ഞവളുടെ വീടിനടുത്തേക്ക് നടന്നു.